ഹായ് ഓൾ, വെൽക്കം ടു എജുബി ലേണിംഗ്. അപ്പോൾ എജുബി ലേണിംഗിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സിൽ നമുക്ക് ജാനുവരിയിലെ കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്യാം. ജാനുവരി മന്തിലെ കറണ്ട് അഫേഴ്സ് 4 പാർട്ടുകളായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓരോ മന്തിലും വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഈ ക്ലാസ്സിന്റെ ആദ്യത്തെ മേഖലയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാനുവരി മാസത്തിൽ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഡേയ്സ് ആണ് നമ്മൾ ഓർത്തു വെക്കുന്നത്. സോ ആ ഒരു ഏർലി വീക്കിൽ വരുന്ന കുറച്ചധികം ഡേയ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഡേയ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡേ അല്ലേ, അതെന്ന് പറയുന്നത് എന്താണ്? അത് ഗ്ലോബൽ ഫാമിലി ഡേ എന്നാണത്. ജാനുവരി മാസം 1 ജാനുവരി മാസം 1 ന്യൂ ഇയർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഗ്ലോബൽ ഫാമിലി ഡേ ഒബ്സർവ് ചെയ്യുന്നതും ജാനുവരി മാസം 1 ആണ്. അതുപോലെ തന്നെ വേൾഡ് ഇൻട്രോവേർട്ട് ഡേ അല്ലേ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. സോ അവരുടെ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് UN വേൾഡ് ഇൻട്രോവേർട്ട് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ജാനുവരി മാസം 2. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ഡേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇപ്പം എൻവയോൺമെന്റ്, ഹെൽത്ത്, വെൽബീയിങ് എന്നീ ദിനങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ജാനുവരി മാസം 3. അതേപോലെ തന്നെ ലൂയിസ് ബേർലി ലാംഗ്വേജ് എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ കാഴ്ച പരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. സോ ആ ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ഡേ എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നാണ്? ജാനുവരി മാസം 4. ഓക്കെ, ജാനുവരി മാസം 4 ഏത് ഡേ ഒബ്സർവ് ചെയ്യുന്നത്? വേൾഡ് ബേർലി ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അതുപോലെ ജാനുവരി മാസം 5 നാഷണൽ ബേർഡ്സ് ഡേ ആണ്. നോക്കിയേ, ജാനുവരി 3, ജാനുവരി 4, ജാനുവരി 5 നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ഡേയ്സ് ആണ് അല്ലേ. എൻവയോൺമെന്റ്, ഹെൽത്ത്, വെൽബീയിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേയ്സ് ആണ്. അപ്പോൾ ജാനുവരി 3 മൈൻഡ് ബോഡി വെൽനസ് ഡേ, വേൾഡ് ബേർലി ഡേ എന്ന് പറയുന്നത് ജാനുവരി മാസം 4, നാഷണൽ ബേർഡ്സ് ഡേ ജാനുവരി മാസം 5 എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഡേ ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി മാസം 6. ജാനുവരി മാസം 6 സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഡേ ഓഫ് വാർ ഓർഫൻസ് ആണ്. അതായത് യുദ്ധത്തിൽ അനാഥരാകുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഡേ ആണ് ജാനുവരി മാസം 6. ജാനുവരി 6 തന്നെയാണ് ഗുരു ഗോവിന്ദ് സിംഗ് ജയന്തി. ഓക്കെ, ഗുരു ഗോവിന്ദ് സിംഗ് ജയന്തി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ജാനുവരി മാസം 6 ഗുരു ഗോവിന്ദ് സിംഗ് ജയന്തി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജാനുവരി 1 മുതൽ നമുക്ക് ഈ ആദ്യത്തെ വീക്കിലെ പ്രധാനപ്പെട്ട ഡേയ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു പോകുന്നു? നോക്കിക്കൊണ്ട് പോകുമ്പം നമുക്ക് മനസ്സിലാവുന്നു ഈ എൻവയോൺമെന്റ് ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെ. 1 മുതൽ 6 വരെയുള്ള ഡേയ്സ് ആണ് വന്നത്. നമുക്ക് ഒരുപാട് ഡേയ്സ് നിങ്ങളിലേക്ക് കുത്തിക്കയറ്റുന്നില്ല. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള ഡേയ്സിന്റെ സവിശേഷത പ്രത്യേകമായിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കുക. ഡേയ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് നാഷണൽ ന്യൂസിലേക്ക് പോകാം. നാഷണൽ ന്യൂസിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയൊരു സ്കീം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തയിലെയോ കിടക്കുന്നത്. ഓക്കെ, ആ വാർത്തയുടെ ഉള്ളടക്കത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ. എന്താണ് ആ വാർത്തയുടെ ഉള്ളടക്കം? ദ മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT പ്രപ്പോസിംഗ് എ സിഗ്നിഫിക്കന്റ് റിവാംപ് ടു ദി ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പഴയ ഒരു പദ്ധതി ഒന്ന് പുനർജീവിപ്പിച്ച് കൊണ്ടുവരികയാണ്. സ്കീമിന്റെ പേരെന്താണ്? ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്നാണ്. അപ്പോൾ അതിന്റെ പേര് കൃത്യമായിട്ട് ഓർത്തു നോക്കണേ, ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അപ്പോൾ വാട്ട് ഈസ് DLI എന്ന് പൂർണ്ണരൂപം ചോദിച്ചാൽ ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്നുള്ളതാണ്. ഈ സ്കീം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ഈ സെമി കണ്ടക്ടർ ഇൻസെന്റീവ് പ്രോഗ്രാമാണ്. അതായത് ഇന്ത്യയിൽ ഈ സെമി കണ്ടക്ടർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. സോ ഈ സ്കീമിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒരു സ്കീം വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് അതിനകത്ത് എത്ര രൂപയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചിലവാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കും. അതെ, എത്ര രൂപയാണ് ചിലവാക്കുന്നത്? ഇതിനകത്ത് 76,000 crore rupees ആണ് ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചിലവാക്കുന്നത്. നോക്കിയേ, എത്രയാണ്?
76 crore rupees ആണ് ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നത്, ചെലവാക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ കട്ടിങ്സ് അല്ലെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആ ഒരു സ്കീം കൊണ്ടുവന്നതായിട്ട് പറയുന്നു. 76,000 കോടി രൂപയുടെ അല്ലെ 76,000 കോടി രൂപയുടെ സ്കീമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. ഇതിനകത്ത് 76,000 കോടി രൂപയ്ക്കകത്ത് നോക്കിയേ 1000 കോടി രൂപ എന്തിനു വേണ്ടിയിട്ടാണ്, DLA സ്കീം ഫോർ സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടാണ്. അതായത് സെമി കണ്ടക്ടർ ഇൻസെന്റീവ്സ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി DLA മാറ്റിവെക്കുന്ന എത്ര കോടി രൂപയാണ്, 1000 crore rupees ആണ്. While startup qualifying under the scheme are entitled to a subsidy of 15 crore rupees. ഓക്കെ, 15 കോടി രൂപ അവർക്ക് എന്തുകൊണ്ട് സബ്സിഡി ആയിട്ടും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നു. അപ്പം DLAയുടെ ഫുൾ നെയിം നമ്മളിത് ചോദിക്കാം. DLAയുടെ ഫുൾ നെയിം എന്താണ്, ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്നുള്ളതാണ്. ഈ സ്കീമിന് വേണ്ടി ചെലവാക്കുന്നത് എത്രയാണ്, 76,000 crore rupees ആണ് എന്ത് ചെയ്യുന്നത്, ചെലവാക്കുന്നത്. ഓക്കെ, 76,000 കോടി രൂപയാണ് ചെലവാക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, സബ്സിഡി ഈ സെമി കണ്ടക്ടർ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ സബ്സിഡി 15 കോടിയിൽ നിന്ന് 30 കോടിയിലേക്ക് എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കാനായിട്ട് ഈ പദ്ധതി കാരണമാകുന്നു. ഇതിനെ സെമി കണ്ടക്ടർ ഇൻസെന്റീവ് 2.0, അതായത് ഇനി വരും മാസങ്ങളിൽ വരാൻ പോകുന്ന ഒരു സ്കീമിന്റെ എന്തായിട്ടാണ്, ഒരു സ്റ്റാർട്ടായിട്ടാണ് DLA സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ്, ഇതുപോലെയുള്ള സ്കീമുകൾ നമ്മളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. ഓക്കെ, അപ്പോൾ പുതിയ സ്കീം വരുമ്പോൾ DLA സ്കീം വന്നത് 2025 ജാനുവരിയിലാണ്. 76,000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കുന്നത്. എന്താണ്, ഇതൊരു സെമി കണ്ടക്ടർ ഇൻസെന്റീവ് സ്കീമാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി. ഓക്കെ, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട CBDT എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അല്ലെ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് ടാക്സസ് എന്ത് ചെയ്യുന്നു, ഒരു സ്കീം വളരെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്, വിവാദ് സേ വിശ്വാസ് പ്രോഗ്രാം. എന്താണ് വിവാദ് സേ വിശ്വാസ് പ്രോഗ്രാം? അതായത് ഈ എന്താണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയം നീട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണ് അത്. വിവാദ് സേ വിശ്വാസ് പ്രോഗ്രാമിന്റെ സ്കീം ആദ്യം December 31, 2024 അവസാനിക്കുമെന്ന് പറഞ്ഞത് January 31, 2025 അത് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പാണ് നമ്മൾ കാണുന്നത്. എന്നാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് in exercise of provisions under subsection 2 of the section 7 of direct tax Vivad Se Vishwas scheme 24. The scheme extended due date for the determining amount of payable as per column 3 of the table specified section 90 of the scheme. അതായത് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ടൈം ലൈൻ December 31 നിന്ന് January 31 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ദി ന്യൂ ഡെഡ് ലൈൻ ഓഫ് What was the new deadline announced under Vivad Se Vishwas program? So ഇതുപോലെയുള്ള ചോദ്യങ്ങളെല്ലാം അങ്ങനെ ജാനുവരി മാസത്തിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. January 31, 2025 ആയിരുന്നു. എന്നായിരുന്നു, January 31, 2025 ആയിരുന്നു ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ഇതിലേക്ക് നമ്മൾക്കൊന്ന് പോകാം. അടുത്ത വാർത്തയിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു NGO പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ദ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്. ഇതൊരു എന്താണ്, ഒരു NGO ആണ്. അതായത് നമ്മളുടെ രാഷ്ട്രീയ രംഗമൊക്കെ അഴിമതി വിമുക്തമാക്കുക, കറപ്ഷൻ ഫ്രീ ആക്കുക എന്നുള്ള ആശയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം. എലോങ് വിത്ത് നാഷണൽ ഇലക്ഷൻ വാച്ച് ഹാസ് റിലീസ്ഡ് ദ റിപ്പോർട്ട് അനലൈസിംഗ് സെൽഫ് ഡിക്ലെയർഡ് അഫിഡവിറ്റ് ഓഫ് ഇന്ത്യ 31 ചീഫ് മിനിസ്റ്റേഴ്സ്. അതായത് ഇന്ത്യയിൽ ആകെപ്പാടുള്ളത് 31 മുഖ്യമന്ത്രിമാരാണ് അല്ലെ, 28 സംസ്ഥാന മുഖ്യമന്ത്രിമാരും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും. സ്വന്തമായി മുഖ്യമന്ത്രിമാരുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാ? ഡൽഹിയുണ്ട്, അതുപോലെ തന്നെ പുതുച്ചേരിയുണ്ട്, അതേപോലെ തന്നെ കാശ്മീരുണ്ട്. ആ പടം 31 മുഖ്യമന്ത്രിമാരല്ലേ അപ്പോൾ വരുന്നത്. ഇവരുടെ സമ്പത്താണ് നമ്മൾ പറയുന്നത്. ഇവരുടെ എന്താ ഇവിടെ പറയുന്നത്? ഇവരുടെ സമ്പത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വിത്ത് അസറ്റ് ആരാണ്? ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ്. ചന്ദ്രബാബു നായിഡുവിന്റെ അസറ്റ് വർത്തിനെസ് എത്രയാണ്? 931.83 കോടി രൂപ ആസ്തിയുള്ള ആളാണ്.
ഇല്ലയോ 931.83 crore ആണ് പുള്ളിയുടെ അസറ്റിന്റെ വാല്യൂ. രണ്ടാം സ്ഥാനത്ത് പേമാ ഖണ്ഡു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള പേമാ ഖണ്ഡുവിൻ്റെ ആസ്തി 332.56 കോടി രൂപയാണ്. സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് 51.93 കോടി രൂപയുടെ ആസ്തി. അവരുടെ സമ്പത്താണ് പറയുന്നത് അല്ലേ. 51.93 crore ആണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. അതുപോലെ തന്നെ നെഫ്യൂ റിയോ മോഹൻ യാദവ് ഈ മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രിയാണ് അല്ലേ. ഒരു 6 മാസത്തേക്ക് ആവുന്നതേ ഉള്ളൂ മോഹൻ യാദവ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ട്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നതയിൽ പിന്നോക്കം നിൽക്കുന്ന ദരിദ്രരായിട്ടുള്ള ലോവസ്റ്റ് അസറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നാം സ്ഥാനം മമതാ ബാനർജിക്കാണ്. വെറും 15 ലക്ഷം രൂപയുടെ അസറ്റാണ് ആരുടെ പേരിലുള്ളത്? ശ്രീ മമതാ ബാനർജിയുടെ പേരിൽ ഉള്ളത്. അതേപോലെ തന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആള് ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. ഓക്കെ, ഒമർ അബ്ദുള്ളയുടെ ആസ്തി എന്ന് പറയപ്പെടുന്നത് എത്രയാണ്? 55 ലക്ഷം രൂപയാണ് ഒമർ അബ്ദുള്ളയുടെ ആസ്തി. ഓക്കെ, ഒമർ അബ്ദുള്ളയുടെ ആസ്തി എന്ന് പറയുന്നത് എത്രയാണ്? 55 ലക്ഷം രൂപയാണ് ആസ്തി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താണ്? വളരെ ആസ്തി കുറഞ്ഞ പട്ടികയിലുള്ളവരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ്. അവർക്ക് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയപ്പെടുന്നത് 1.18 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. അഷ്ദി നേരത്തെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പം ഡൽഹിയുടെ മുഖ്യമന്ത്രി അല്ല, രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി. സോ മമതാ ബാനർജിയാണ് ഇന്ത്യയിലെ സമ്പന്നതയിൽ പിന്നോക്കം നിൽക്കുന്ന മുഖ്യമന്ത്രി. 2-ാം സ്ഥാനം ഒമർ അബ്ദുള്ളയാണ്. 3-ാം സ്ഥാനം പിണറായി വിജയനാണ്. ഓക്കെ, മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ മനസ്സിലായല്ലോ. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? എൻ ചന്ദ്രബാബു നായിഡുവാണ്. സോ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട എന്താണ് ADR അനാലിസിസ് റിപ്പോർട്ടാണ്. ADR എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്. അതുപോലെ തന്നെ നാഷണൽ ഇലക്ഷൻ വാച്ച്. ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ നമ്മളുടെ സ്ഥാനാർത്ഥികളുടെ ആസ്തിയും ബാധ്യതയൊക്കെ ആര് ചോദിച്ചു വാങ്ങിക്കും? കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. സോ ആ റിപ്പോർട്ടും പിന്നീട് ഈ ആസ്തികളിലൊക്കെ വർധന ഉണ്ടാവും. അതുകൂടെയൊക്കെ പരിഗണിച്ചിട്ടാണ് ADRും നാഷണൽ ഇലക്ഷൻ വാച്ചും എന്ത് ചെയ്തത്? ഇങ്ങനൊരു റിപ്പോർട്ട് അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. സോ റിപ്പോർട്ടിലെ കണ്ടന്റ് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടന്റ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടന്റ് അല്ലേ? അതുകൊണ്ട് ആ കണ്ടന്റിൽ നിന്ന് ചോദ്യം നമുക്ക് ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. സോ ചോദ്യം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത സ്ലൈഡിലേക്ക് നമുക്കൊന്ന് പോകാം. അടുത്ത സ്ലൈഡിൽ എന്തൊക്കെ വിശേഷങ്ങളാണെന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2025 ഫെബ്രുവരി മാസത്തിലാണ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സബ്മിറ്റ് എവിടെ വെച്ച് നടന്നത്? നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഓക്കെ, ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സബ്മിറ്റ്. അപ്പൊ വേവ് സബ്മിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വേവ്സിന്റെ പൂർണ്ണരൂപം എന്താണ്? ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സബ്മിറ്റ് ആണ് അല്ലെ. ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സബ്മിറ്റ് ആണ്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഫെബ്രുവരി മാസത്തിലാണ് ആ സബ്മിറ്റ് നടന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡെസ്പൈറ്റ് ഫേസിംഗ് ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. നമ്മളുടെ ഗ്രോത്ത് റേറ്റിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായാലോ? ഗ്രോത്ത് റേറ്റിനെയാണ് സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 7 ക്വാർട്ടറുകളിലെ, അതായത് ഏകദേശം 28 മാസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ 21 മാസങ്ങളിലെ 24 മാസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മുടെ രാജ്യത്ത് സെപ്റ്റംബർ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയത്. അത് 5.4%. അത് 6% ആകുമെന്നും അത് 8.2% ആകുമെന്നും, അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 8.2% ആയിരിക്കുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിട്ട് 2024 ഡിസംബർ മാസം 28-നാണ് ചുമതലയേക്കുന്നത്. ആ ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം പുറത്തുവിട്ട ആദ്യത്തെ ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, അപ്പം ഇത് പറഞ്ഞതപ്പം ഇന്ത്യാസ് എക്കണോമിക് പ്രോസ്പെക്റ്റിംഗ് സിറ്റി ഹൈ കൺസ്യൂമർ ആൻഡ് ബിസിനസ് കോൺഫിഡൻസ് ഇൻ 2025. 2025 എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിന്റെ ഡിമാൻഡുകളും ബിസിനസ് കോൺഫിഡൻസും ഒക്കെ കൂടുമ്പോൾ രാജ്യത്തിന്റെ ഗ്രോത്ത് റേറ്റും വളരുമെന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. സോ അടുത്ത ന്യൂസിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ സൗത്ത് കൊറിയയുടെ നിലവിലെ പ്രസിഡന്റ് ആയിരുന്ന ഹാങ് ഡക് സോ ചോദിക്കും,
ഹു വാസ് ദി ഇംപീച്ച്ഡ് പ്രസിഡന്റ് ഓഫ് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടത്, ഇംപീച്ച് ചെയ്യപ്പെട്ട ഒരു പ്രസിഡന്റ് ആണ് ഹാങ് ഡക്സോ. പേഴ്സൺസ് ഇൻ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് പ്രധാനപ്പെട്ട പദവികളിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ, അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇന്റർനാഷണൽ ലീഡേഴ്സിന്റെ പേര് ചോദിക്കും. അവിടെ നമുക്ക് എന്താണ്, രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരായിട്ടോ പ്രസിഡന്റുമാരായിട്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അവരെ ഇതുപോലെ ഇംപീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക. അപ്പോൾ ഹാങ് ഡുസോ എവിടുത്തെ ഇംപീച്ച്ഡ് പ്രസിഡന്റ് ആണ്? സൗത്ത് കൊറിയയുടെ, അല്ലെ, സൗത്ത് കൊറിയയുടെ ഇംപീച്ച്ഡ്, അല്ലെ, ഇംപീച്ച്മെന്റ് നേരിട്ട പ്രസിഡന്റ് ആണ്. ഓക്കെ. അതുപോലെ ഇന്ത്യയിൽ നിന്നൊരു അപ്പോയിന്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ CRPF എക്സാമിനേഷനൊക്കെ എഴുതുന്നവരല്ലേ നമ്മൾ. അപ്പോൾ CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ജാനുവരി 1, 2025 അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? വിതുൽ കുമാർ ആണ്. 1993 ബാച്ച് ഉത്തർപ്രദേശ് കേഡറിലെ IPS ഓഫീസറാണ് അദ്ദേഹം. ഓക്കെ. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ന്യൂസിൽ നിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ഡിസൈൻ ചെയ്ത ഏത് രാജ്യമാണ്? ചൈനയാണ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ഡിസൈൻ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ചൈനയാണ്. CR450 പ്രോട്ടോടൈപ്പ് ട്രെയിൻ ആണ്. അതിന്റെ വേഗത എന്ന് നോക്കിയേ, 450 km/h. 450 km/h ആണ് അതിന്റെ വേഗത. എത്രത്തോളം വേഗതയിലായിരിക്കും ആ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ലോകത്തിലെ, ഇതിനോടൊപ്പം തന്നെ പല എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട്, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹൈ സ്പീഡ് ട്രെയിൻ. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹൈ സ്പീഡ് ട്രെയിൻ ഏതാണത്? അത് CR450 പ്രോട്ടോടൈപ്പ് ആണ് കേട്ടോ. ആ ട്രെയിനിന്റെ ആ ഒരു പേര് അതുപോലെ തന്നെ, അല്ലേ, പഠിച്ച് ഇരിക്കുക. ഓക്കെ. അപ്പം ഇന്റർനാഷണൽ ന്യൂസിൽ ഇതുപോലുള്ള പുതിയ ഇന്നോവേഷൻസ് നമുക്ക് എന്താണ്, എപ്പോഴും വേണ്ടതാണ് കേട്ടോ. നമുക്ക് വളരെയധികം എപ്പോഴും വേണ്ടതാണ്. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അമോണിയം ഫോസ്ഫേറ്റിന് 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സബ്സിഡി എത്രയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 3500 രൂപ പെർ ടൺ ആണ്, അല്ലയോ? അമോണിയം ഫോസ്ഫേറ്റ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്, ഡാപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ്, രാസവളമാണ്. അപ്പോൾ അതിൻ്റെ ഇത്. ഓക്കെ. ജാനുവരി മാസത്തിൽ തന്നെ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് പ്രഖ്യാപിച്ചു. 2024 ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡിന്റെ പ്രത്യേകത എന്താ കൂട്ടുകാരെ? ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്പോർട്സ് ഹോണറാണ് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഹോണറിന്റെ പേരാണ് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഈ വർഷം 4 പേർക്കാണ് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. മനു ഭാക്കർ ദാ നിൽക്കുന്നു. ഒളിമ്പിക്സിൽ നമുക്ക് എന്താണ് 2 വെങ്കല മെഡൽ, അല്ലെ? പാരീസ് ഒളിമ്പിക്സിൽ 2 വെങ്കല മെഡൽ സ്വന്തമാക്കിയ. അടുത്തതാരാണ്? ഡി ഗുഗേഷ്, ലോക ചെസ് ചാമ്പ്യൻ. ഡി ഗുഗേഷ് നമ്മളുടെ ഖേൽരത്ന അവാർഡ് സ്വന്തമാക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ചരിത്രത്തിൽ ഈ ഖേൽരത്ന അവാർഡ്, അതായത് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, നേരത്തെ പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നായിരുന്നു. ഇത് സ്വന്തമാക്കുന്ന, ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്പോർട്സ് ബഹുമതി സ്വന്തമാക്കുന്ന ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ദൊമ്മരാജു ഗുഗേഷ് അല്ലെങ്കിൽ ഡി ഗുഗേഷ് മാറി. അടുത്തത് ആരാണ്? പ്രവീൺ കുമാർ ആണ്, അല്ലെ? പ്രവീൺ കുമാർ ആണ്. അതേപോലെ തന്നെ ഹർമൻപ്രീത് ഉണ്ട്. പ്രവീൺ കുമാർ വേറെ ഇതായിരുന്നു. ഹർമൻപ്രീത് ആണ്. ഹർമൻപ്രീതിനെ അറിയാമല്ലോ, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ് അദ്ദേഹം. 2024 പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം എന്ത് നേടി? ബ്രോൺസ് മെഡൽ നേടി, അല്ലെ? അതുപോലെ തന്നെ പ്രവീൺ കുമാർ. ഈ 4 പേർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 25 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അവാർഡുമാണ് ഇതെന്ന് പറയുന്നത്. ഖേൽരത്ന അവാർഡിന്റെ ചരിത്രം പറഞ്ഞാൽ 91-92 ആ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഇത് ഏർപ്പെടുത്തുന്നത്. ഫസ്റ്റ് വിന്നർ വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു. ഓക്കെ. പിന്നീട് ഓരോ മേഖലയിൽ നിന്ന് ഓരോ വിന്നേഴ്സ് വന്നിട്ടുണ്ട്. 2024 4 പേർക്കാണ്. എത്ര പേർക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? 4 പേർക്കാണ്. 4 പേരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടെ, അല്ലെ? അന്ന് നമ്മുടെ രാഷ്ട്രപതി പുറത്തുവിട്ട, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രപതിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ വഴി പുറത്തുവിട്ട ആ വാർത്തകളിലെ ചിത്രം ഉൾപ്പെടെ കണ്ട് എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അതിനകത്തു നിന്നൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അടുത്തതെന്ന് പറയുന്നത് എന്താണ്? കാമയ കാർത്തികേയൻ. ഓക്കെ. അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തു വെക്കുക. മനസ്സിലായല്ലോ? ഫസ്റ്റ് യങ്ങസ്റ്റ് ഫീമെയിൽ ഇൻ ദി വേൾഡ് ടു കോൺകർ 7 സബ്മിറ്റ്സ്.
അതായത് 7 കൊടുമുടികൾ കീഴടക്കുന്ന, ലോകത്തിലെ പ്രധാനപ്പെട്ട 7 കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പേരെന്താണ്? കമയ കാർത്തികേയൻ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഏത് നാട്ടുകാരിയാണ്? മഹാരാഷ്ട്ര സ്വദേശിനിയാണ്, മുംബൈക്കാരിയാണ്. ഓക്കെ, അവർ കീഴടക്കിയ പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണ്? ആഫ്രിക്കയിലെ കിളിമാഞ്ചാരോ, യൂറോപ്പിലെ മൗണ്ട് എൽസ്ബ്രസ്, അതുപോലെ ഓസ്ട്രേലിയയിലെ മൗണ്ട് കൊസാഗിസോ, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലെ മൗണ്ട് അക്കനോഗുവ, അതുപോലെ നോർത്ത് അമേരിക്കയിലെ മൗണ്ട് ഡിനെല്ലി, ഏഷ്യയിലെ മൗണ്ട് എവറസ്റ്റ്, ഏറ്റവും വലിയ മൗണ്ട് ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ്, അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ. അങ്ങനെ 7 വൻകരകളിലെ കൊടുമുടികൾ, ഏറ്റവും വലിയ കൊടുമുടികൾ. 7 വൻകരയിൽ നോക്കിക്കഴിഞ്ഞാൽ 7 വൻകരയിലെ ഏറ്റവും വലിയ കൊടുമുടികൾ. അപ്പോൾ ഓരോ വൻകര എടുത്താൽ ആ വൻകരയിലെ ഏറ്റവും വലിയ അല്ലയോ കൊടുമുടികളാണ് ഈ കൊടുമുടികൾ. അത് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കമയ കാർത്തികേയൻ. എന്താണ്? കമയ കാർത്തികേയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അത് നോട്ട്സ് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ 2025 മിനിസ്റ്ററി ഓഫ് ഡിഫൻസ് എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഇയർ ഓഫ് റിഫോംസ്. 2025 ഇയർ ഓഫ് റിഫോംസ് ആയിട്ട് ആചരിക്കുന്നത്. ഏത് മിനിസ്റ്ററിയാണ്? മിനിസ്റ്ററി ഓഫ് ഡിഫൻസ് ആണ്. അതേപോലെ തന്നെ പുതിയൊരു അപ്പോയിൻമെന്റ്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആധാർ പുറത്തിറക്കുന്നത് ആരാണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഭുവനേഷ് കുമാറിനെ അപ്പോയിന്റ് ചെയ്തു. ആരെ അപ്പോയിന്റ് ചെയ്തു? ഭുവനേഷ് കുമാർ. 2025 UIDA തമ്മിൽ ബന്ധമുണ്ട്. ആധാർ ഇന്ത്യയിൽ വന്നിട്ട് 15 വർഷമാകുന്നത് 2025 15 ഇയേഴ്സ് ഓഫ് ആധാർ. അതായത് 2010 മഹാരാഷ്ട്രയിലെ തേൻബാലി എന്ന് പറയുന്ന ഗ്രാമം, അവിടെ രഞ്ജന സോനാവാനെ എന്ന് പറയുന്ന ലേഡി, അവർക്ക് ആധാർ നൽകിക്കൊണ്ടാണ് ഇന്ത്യയിലെ ഒരു മാസീവ് ക്യാമ്പയിനായിട്ടുള്ള ആധാർ ആരംഭിക്കുന്നത്. സോ ഈ ആധാർ നൽകുന്നത് പുറത്തിറക്കുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ പുതിയ CEO ഭുവനേഷ് കുമാറാണ്. ആരാണ്? ഭുവനേഷ് കുമാറാണ്. ഓക്കെ, പുതിയൊരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഇന്ത്യയിൽ വരികയാണ്. അതിന്റെ പേര് പരന്തൂറിലാണ്. എന്താ ഈ പരന്തൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രത്യേകത? അല്ല, അതിന് മുമ്പ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്താ? ആദ്യമായിട്ട് നിർമ്മാണം ആരംഭിക്കുന്നത്, അത് പുതിയ എയർപോർട്ടുകളെയാണ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറയുന്നത്. നിലവിൽ ഏതെങ്കിലും എയർപോർട്ട് പുനർനിർമ്മാണം നടത്തുകയാണെങ്കിൽ അതിനെ ബ്രൗൺഫീൽഡ് എയർപോർട്ട് എന്ന് വിളിക്കാം. ഈ പരന്തൂർ എയർപോർട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. കാര്യം എന്താ? പരന്തൂർ എയർപോർട്ടിനെതിരെ തമിഴ്നാട്ടിൽ വലിയ സമരമാണ്. ഈ സമരങ്ങൾ നേതൃത്വം നൽകുന്ന വേറെ ആരുമല്ല, സിനിമാ നടനായിരുന്ന ഇപ്പോൾ പൊളിറ്റീഷ്യനായ വിജയ്. വിജയ് തുടങ്ങിയ തമിഴ് വെട്രി ഘടകം എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലയോ? അപ്പോൾ അവര് ഈ പരന്തൂർ എയർപോർട്ടിനെതിരെ വലിയ സമരമൊക്കെയാണ്. അതേപോലെ തന്നെ അടുത്ത ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരുന്ന എവിടെയാണ്? രാജസ്ഥാനിലെ കോട്ടയിലും ഒഡീഷയിലെ പുരിയിലും. അപ്പം ന്യൂ ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് പ്ലേസ് ഓഫ് തമിഴ്നാടു, വിച്ച് പ്ലേസ് ഓഫ് രാജസ്ഥാൻ, വിച്ച് പ്ലേസ് ഓഫ് ഒഡീഷ, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ പരന്തൂർ, രാജസ്ഥാനിലാണെങ്കിൽ കോട്ട, ഒഡീഷയിലാണെങ്കിൽ പുരി. സോ ഇതാണ് പുതുതായിട്ട് വരുന്ന എയർപോർട്ടുകൾ. അതൊരു വികസനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. സോ കൃത്യമായിട്ട് അതൊന്ന് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, അതേപോലെ തന്നെ പ്രസിഡന്റ് ജോ ബൈഡൻ എന്ത് ചെയ്തു? 20 ആൾക്കാർക്കാണ് 2025 അദ്ദേഹം സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതിനെ വിളിക്കുന്ന പേര് പ്രസിഡൻഷ്യൽ മെഡൽ എന്നാണ്, നമ്മുടെ ഭാരതരത്ന പോലെയുള്ള. ഓക്കെ, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊരു വാർത്തയുണ്ട്. ഡെവലപ്ഡ് ആൻഡ് എഥനോബയോട്ടിക്കൽ ഗാർഡൻ നെയ്മഡ് മഹാഭാരത വാത്തിക. മനസ്സിലായല്ലോ? അപ്പൊ മഹാഭാരത വാത്തിക എന്ന് പറയപ്പെടുന്ന ഗാർഡൻ എന്തൊരു ഗാർഡൻ ആണത്? എഥനോ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. മനസ്സിലായല്ലോ? എഥനോ ബൊട്ടാണിക്കൽ ഗാർഡന് നൽകിയിട്ടുള്ള പേരെന്താണ്? മഹാഭാരത വാട്ടിക എന്നുള്ളതാണ്. അത് എവിടെ വരുന്നത്? ഹാൽവാനിയിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ഇനാഗുറേറ്റ് ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. 2025 ഗ്രാമീൺ ഭാരത് മഹോത്സവ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ജാനുവരി 4 മുതൽ 9 വരെയായിരുന്നു ഇവന്റ്. ഇതിനൊരു തീം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഗാവ് ബഡേ തോ ദേശ് ബഡേ. ഗ്രാമങ്ങൾ വലുതായാൽ രാജ്യവും വളരും.
എന്നുള്ളതായിരുന്നു അതിൻ്റെ തീം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഗ്രാമീൺ മഹോത്സവ് അല്ലയോ, നാഷണൽ ഗ്രാമീൺ മഹോത്സവത്തിൻ്റെ വേദി എവിടാണ് എന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയണേ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യാസ് ഫസ്റ്റ് എവർ കോസ്റ്റൽ ആൻഡ് വാർഡർ ബേർഡ് സെൻസസ്. മനസ്സിലായല്ലോ. അപ്പം കോസ്റ്റൽ വാർഡർ എന്ന് പറയപ്പെടുന്ന എന്താണ് പക്ഷിയുടെ സെൻസസ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് അല്ലെ, ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അത് ഗുജറാത്താണ്. ഓക്കെ, ഗുജറാത്താണ്. മനസ്സിലായല്ലോ. അത് നാഷണൽ മറൈൻ പാർക്കും ജാംനഗറിലെ അവിടെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റ്, അതായത് അതിൻ്റെ എഴുത്തുണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഡിസ്ക്രിപ്റ്റ് ചെയ്യുന്നവർക്ക് എന്താണ് വലിയ പ്രൈസ്, $1 മില്യൺ പ്രൈസ് പ്രഖ്യാപിച്ചത് ആരാണ്? തമിഴ്നാടാണ്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ GK പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതല്ലേ, സിന്ധുവിൻ്റെ പോഷക നദികളുടെയും അല്ലേ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ ജനങ്ങളായിരുന്നു യഥാർത്ഥ ജനങ്ങൾ. ഇൻഡസ് വാലി സിവിലൈസേഷൻ അവസാനിക്കാൻ കാരണം ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ഇൻവേഷനാണ്. അപ്പോൾ വിശ്വസിക്കപ്പെടുന്നത് വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും ഇപ്പോഴുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആര്യന്മാരുടെ പിന്മുറക്കാരാണ്. യഥാർത്ഥ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ആരാണ്? ഇൻഡസ് വാലി സിവിലൈസ്ഡ് പീപ്പിൾസ് ആണ്. തമിഴ്നാട്ടിൽ കാലാകാലങ്ങളിലുള്ള ഒരു ഇതാണ് ദ്രവിഡിയൻസ് ആണ് യഥാർത്ഥ ഇന്ത്യക്കാർ. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എഴുത്തുകുത്തുകൾ കൃത്യമായിട്ട് എൻക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയണം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയണം. സോ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ $1 മില്യൺ ക്യാഷ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണ് അല്ലേ. തമിഴ്നാട് അത് വായിച്ചാലേ നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. കാര്യം ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളോ സ്ഥലങ്ങളോ ഒന്നും ഇങ്ങോട്ടില്ല, തെക്കേ ഇന്ത്യയിലോ തമിഴ്നാട്ടിലോ ഇല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റിലേക്കുള്ള ഗവർണർമാരുടെ പേരാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സ്റ്റേറ്റിലേക്ക് വന്നിട്ടുള്ള ഗവർണർമാരുടെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ഭരണഘടനാപരമായ വലിയൊരു പദവിയാണ് ഗവർണർ. മണിപ്പൂരിലെ പുതിയ ഗവർണർ അജയ് കുമാർ ഭല്യയാണ്. നേരത്തെ ഉണ്ടായിരുന്ന അനസൂയ ഉൽക്കെ ആയിരുന്നു, അവരെ മാറ്റിയിട്ട് അജയ് കുമാർ ഭല്ല വരുന്നു. കേരളത്തിൽ പുതിയ ഗവർണർ വന്നില്ല, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പഴയ ഗവർണറുടെ പേര് നമുക്കെല്ലാം അറിയാമായിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ. പുള്ളിയെ ബീഹാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ബീഹാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലയോ. അപ്പോൾ ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലേക്ക് വന്നു അല്ലേ. ഒഡീഷയുടെ പുതിയ ഗവർണറുടെ പേര് ഹരിബാബു എന്നുള്ളതായിരുന്നു. രഘുബർ ദാസ് ആയിരുന്നു അവിടുത്തെ നേരത്തെയുള്ള ഗവർണർ. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഗവർണറാണ് മിസോറാമിലെ ഗവർണർ എന്ന് പറയപ്പെടുന്നത് VK സിംഗ് ആണ്. ആരാണ്? VK സിംഗ് ആണ് ഇവിടുത്തെ ഗവർണർ. മിസോറാമിലെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുടെ പേര് എന്താണ്? VK സിംഗ് എന്നുള്ളതായിരുന്നു. നേരത്തെ അവിടുന്ന് ഹരിബാബു എങ്ങോട്ട് മാറി? ഒഡീഷയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ഗവർണർ പദവി. സോ ഈ ഗവർണർ പദവിയിലെത്തുന്ന ആൾക്കാരുടെ പേര് ഇപ്പോൾ 1, 2, 3, 4, 5 ഗവർണർമാരെയാണ് ജനുവരിയിലെ ആദ്യത്തെ വീക്കിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത്രയും ഗവർണർമാരുടെ പേര് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. പ്രത്യേകിച്ച് മിസോറാം ഗവർണറൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ നാഷണൽ വിമൻസ് കമ്മീഷൻ്റെ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. ആ പ്രോഗ്രാമിൻ്റെ പേര് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? നാഷണൽ വിമൻസ് കമ്മീഷനും ലോക്സഭാ സെക്രട്ടേറിയറ്റും മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് പഞ്ചായത്ത് സേ പാർലമെന്റ്. എന്താണ്? പഞ്ചായത്ത് സേ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമൺ എംപവർമെന്റിന് വേണ്ടി, എന്തിനു വേണ്ടിയിട്ട്? വിമൺ എംപവറിന് വേണ്ടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. എവിടെ വെച്ചാണ് നടന്നത്? സെൻട്രൽ ഹാൾ ഓഫ് സംവിധാൻ സദൻ, അതായത് പുതിയ പാർലമെന്റ് മന്ദിരം അല്ലയോ. ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിനൊക്കെ ശേഷം പഴയ പാർലമെന്റ് മന്ദിരത്തിന് കൊടുത്ത പേര് സംവിധാൻ സദൻ എന്നാണ്. സംവിധാൻ സദന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നടന്നിട്ടുള്ളത്. ഇത് എന്നാ നടന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററി ഇന്ത്യയിലേക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരാൻ കാരണം ഇന്ത്യൻ ട്രൈബൽ
അപ്രൈസിങ്ങിന്റെ ഒക്കെ ഫാദർ ആയിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബിർസ മുണ്ടയുടെ 150ാം ബർത്ത് ആനിവേഴ്സറിയാണ് 2025. അതുകൊണ്ടാണ്. ഓക്കെ, ഇതൊരു പഞ്ചായത്ത് പാർലമെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ലോക്സഭാ സ്പീക്കർ ആയിട്ടുള്ള ഓം ബിർളയാണ്. മനസ്സിലായല്ലോ. അപ്പം RRTS എന്ന് പറയുന്നത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നാണ്. മനസ്സിലായല്ലോ. അപ്പം ഡൽഹി മുതൽ മീററ്റ് വരെ പുതിയ റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റം ഇനാഗുറേറ്റ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ആരാ ഉദ്ഘാടനം ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റം ഇനാഗുറേറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യയിൽ പുതുതായിട്ട് വന്ന റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു പ്രൊജക്ടിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര കോടി രൂപയെന്നറിയോ കൂട്ടുകാരെ? 30,000 കോടി രൂപയാണ്. എത്ര കോടി രൂപയാണ്? 30,000 കോടി രൂപയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. എത്ര കോടി രൂപയാണ്? 30,000 കോടി രൂപയാണ്. 2019 മാർച്ചിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് റീജിയണൽ ട്രാൻസിറ്റിന്റെ ഭാഗമായിട്ട് നമോ ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കും. അതായത് 58 കിലോമീറ്റർ വരുന്ന ഡൽഹി മീററ്റ് ദൂരം എത്ര? 40 മിനിറ്റ് കൊണ്ട് കുറയ്ക്കാനായിട്ട് കഴിയുന്നു. മനസ്സിലായാലോ. ഓരോ 15 മിനിറ്റോടും ഡൽഹി മീററ്റ് റൂട്ടിൽ നമുക്ക് എന്ത് കിട്ടും? നവോഭാരത് ട്രെയിനുകൾ ലഭിക്കും. അതുപോലെ തന്നെ ഡൽഹി മെട്രോയുടെ 4ാം ഘട്ടത്തിന്റെ നിർമ്മാണവും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS വന്നിട്ടുള്ളത് ഡൽഹി മീററ്റ് റൂട്ടിലാണ്. എവിടെ വന്നിട്ടുള്ളത്? ഡൽഹി മീററ്റ് റൂട്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്തു വെക്കണം. നോട്ട്സ് കിട്ടുമ്പം ആ ഒരു പോയിന്റ് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോവുകയാണ്. റൂറൽ ആൻഡ് അർബൻ പോവർട്ടി ഡിക്ലൈൻ ഇൻ ഇന്ത്യ. SBI റിസർച്ചിന്റെ കണക്ക് പ്രകാരം 2024 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ രാജ്യത്തിന്റെ റൂറൽ ആൻഡ് അർബൻ പോവർട്ടി ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 2011-12 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 25.7%. അതിപ്പം എത്രയായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്? 4.8% അത് എന്ത് ചെയ്തിട്ടുണ്ട്? ചുരുങ്ങിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. മനസ്സിലായല്ലോ. അത് അർബൻ പോവർട്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് 4.09% അത് 13.7% നിന്നാണ് 4.09% കുറഞ്ഞത്. റൂറൽ പോവർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? 25.7 നിന്ന് 4.86 അർബൻ പോവർട്ടി 13.7 നിന്ന് 4.09 എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുള്ളതായി ഈ റിപ്പോർട്ട് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ ജോ ബൈഡൻ പ്രസിഡൻഷ്യൽ മെഡൽ അനൗൺസ് ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും ഉയർന്ന ഒരു ബഹുമതിയാണ്. ആ കിട്ടിയ ആൾക്കാരുടെ പേരുകളാണുള്ളത്. കിട്ടിയ ആൾക്കാരുടെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഒരാളുടെ പേരൊന്ന് ഓർത്തു വെച്ചാൽ മതി. അത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ലയണൽ മെസ്സിയാണ്. ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ലയണൽ മെസ്സിക്ക് പ്രസിഡൻഷ്യൽ മെഡൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ മേഖലയിൽ നിന്നുള്ള മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറയപ്പെടുന്നത്? ലയണൽ മെസ്സി. ഫുട്ബോൾ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ അവാർഡുകൾ ലഭിച്ച വ്യക്തിയായിട്ട് ആര് മാറുന്നുണ്ട്? ലയണൽ മെസ്സി ഈ ഒരു അവാർഡ് നേട്ടത്തോടു കൂടി മാറുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു വാർത്ത ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ജാനുവരിയിലെ ആദ്യത്തെ പാർട്ട് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഓരോ പാർട്ടായിട്ട് ഇതുപോലെ എടുക്കാം. നോക്കിയേ, ഒരു പാർട്ട് എടുത്തപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നോട്ട്സ് കിട്ടുമ്പോൾ നല്ല കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ പോയിന്റ്സ് ലെക്ചർ നോട്ടായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷയുണ്ട്. തൽക്കാലം വിട വാങ്ങുന്നു. ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ്. താങ്ക് യു.